ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു അസ്വി വ്ളോഗ്സ്. അപ്പോൾ ഈ മുക്കുട്ടിക്ക് സ്കൂളിലുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ 5:30 എനിക്കും. അപ്പോൾ അതേ ഏട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കൂടി ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ബസ്മതി റൈസ് ഒരു 3/4 കപ്പ് എടുത്ത് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് റവ ഉപ്മാവ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ റവ ഒരു 3/4 കപ്പ് എടുത്തിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ടുണ്ടാവും ഉപ്മാവ്. അല്ലെങ്കിൽ എല്ലാവരും റോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ തോന്നണൂല്ലേ. പിന്നെ ഇത് ചിക്കൻ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അധികമൊന്നുമില്ല, 1/4 കിലോ ഉള്ളൂ. അത് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വേറെ മസാലാസ് ഒന്നും തന്നെ ഇട്ടിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇലക്ട്രിക് ചോപ്പറിൽ സവോള ഒന്ന് ചിരിചാന്നിങ്ങനെ നുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ചോപ്പറാണ്, അടിപൊളിയാണ്. പക്ഷേ സൈസ് ചെറുതാണ്, അതാ ഒരു പ്രശ്നം. അപ്പോൾ ഈ ചീനച്ചട്ടിയിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പില പിന്നെ ചുവപ്പും മുളകൊക്കെ ഇടുക. ഇത് ഉപ്മാവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് സവോള നമ്മൾ ഇലക്ട്രിക് ചോപ്പറിൽ നുറുക്കിയിട്ടുള്ളത് അത് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതൊന്ന് വഴറ്റി വന്നുമ്പോൾ ഇതും പച്ചമുളകും ഇടാം. പിന്നെ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം, ഇപ്പം ഞാൻ ഇരട്ടി വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. ഇരട്ടീനെക്കാട്ടും കുറച്ച് കൂടുതൽ എടുക്കും. കുറച്ച് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവാണ് ഇഷ്ടം, അതുകൊണ്ട്. ഇനി ആ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് തിളച്ച വെള്ളമായതുകൊണ്ട് പിന്നെ പെട്ടെന്നായി കേട്ടോ. അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റും ബീൻസും ആണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഈ വെള്ളത്തിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഈ റവ ആഡ് ചെയ്യണേക്കാട്ടിന് മുമ്പ് വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും എരിവൊക്കെ പാകമാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഞാനങ്ങനെ നോക്കാറുണ്ട്. നല്ല എക്സ്പേർട്ടായിട്ടുള്ളവർക്കൊന്നും അത് ചിലപ്പോൾ വേണ്ടി വരില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അത് നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു ടെക്സ്ചറിനനുസരിച്ചിട്ട് നിർത്താം. നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്മാവായിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഒരു കുക്കറിൽ 2 സ്പൂൺ നെയ്യ്, പിന്നെ കുറച്ച് ഇഞ്ചി ഒന്ന് ചതച്ചത്, പിന്നെ സവോള നമ്മൾ നേരത്തെ തന്നെ ഇലക്ട്രിക് ചോപ്പറിൽ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ടല്ലോ, അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇത് എനിക്ക് അരിഞ്ഞുന്ന വെജിറ്റബിൾസ് ആണ് കേട്ടോ. നല്ല രസമായിട്ട് ഒരേ സൈസിൽ തന്നെ അരിഞ്ഞിട്ടുണ്ട് എല്ലാം. ഭയങ്കര ആത്മാർത്ഥതയാണ്. ഞാനൊക്കെ അച്ചരം കുച്ചാരം അരിയും. ഞാൻ ചെറുതാക്കി ഇനിയാണ് അരിയുക, പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ഏറ്റവും വളരെ സ്ലോ ആയിട്ട് വളരെ ഭംഗിയിലേ അരിയുള്ളൂ. എന്നിട്ട് നമ്മൾ ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഉണ്ടല്ലോ, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഉപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് നമ്മുടെ ഈ കിച്ചൺ സിസേഴ്സ് ഉണ്ടല്ലോ, ഇതിന് വേണ്ടിയിട്ട് നുറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അത് വെച്ചിട്ട് നമ്മൾ ഇത് നുറുക്കി ഇടുന്നുണ്ട് കേട്ടോ, കുറച്ച് മാത്രം. ബാക്കി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. അപ്പുറത്തെ ഏട്ടൻ ഓട്സ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പനങ്കൽക്കണ്ടം പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയ്ക്ക് പകരം അത് കുറച്ചുകൂടി ഹെൽത്തി ആണല്ലോ. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. ഓട്സ് ഭയങ്കര സിമ്പിളല്ലേ. പിന്നെ ഈ റൈസ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കണ പോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് വഴറ്റിയിട്ട് പിന്നെ റൈസ് ഇട്ടിട്ടുണ്ട്. പിന്നെ 3/4 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് എല്ലാം പാകത്തിലാണെന്ന് നോക്കി നമ്മൾ അടച്ചു വയ്ക്കുകയാണ്. ഇനി അപ്പുറത്തെ സ്റ്റൗവിലേക്ക് നമുക്ക് മാറ്റാം. കാരണം ഇപ്പുറത്തെ സ്റ്റൗവ് നമുക്ക് ചെറിയ സ്റ്റൗവിൽ ഇത് പാൻ വയ്ക്കാം, അതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ സിമ്മിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ ആ കുക്കറിൻ്റെ. പിന്നെ ഈ ചെറിയ പാനിലുണ്ടല്ലോ, ഇതിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് സവോള വഴറ്റാണ്. ചിക്കൻ റോസ്റ്റ് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. റോസ്റ്റ് അല്ല, എന്തോ ഒരു സാധനമാണ് നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോണത്. എന്താണെന്ന് പ്രത്യേകിച്ച് പേരുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സവോള ഒന്ന് ചെറുതാക്കി നുറുക്കിയത് വഴറ്റിയിട്ടുണ്ട്. ഒന്നിങ്ങനെ വാടി വന്നാൽ മതി. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചതച്ചിട്ട് അത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും, പിന്നെ മെയിനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ചുമന്ന മുളക്, അത് ചതച്ചത്, അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ തക്കാളി, അത് നല്ല പൊടിയായിട്ട് ഇതേപോലെ വെജിറ്റബിൾ ചോപ്പറിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഈ തക്കാളി ഒന്ന് വേവട്ടെ കേട്ടോ. ഇപ്പോൾ അധികം നേരമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോൾ ആവും. എന്നിട്ട് ഞാൻ ഈ വെജിറ്റബിൾ ചോപ്പറിൽ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാൻ നോക്കി. പക്ഷെ അത് കറങ്ങുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് വർക്കൗട്ട് ആയില്ല. ഞാൻ എന്താ വിചാരിച്ചാൽ ഭയങ്കര കുഞ്ഞാക്കിയിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ട് അത് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് അത് വർക്കൗട്ട് ആവാത്ത കാരണം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നുറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയിൽ ഇതേ മുക്കുട്ടി ഇട്ടു കേട്ടോ. ഏട്ടൻ വിളിച്ചെനിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അയ്യോ, നല്ല ഉറക്കപ്പിച്ച ഇത്ര നേരത്തെ നിൽക്കുമ്പോഴേ.
അപ്പോൾ ഇതെന്താ ചെയ്തേച്ചാൽ നമ്മൾ ചിക്കൻ ഇങ്ങനെ ചെറുതാക്കി ഒന്ന് സിസേഴ്സ് വെച്ചിട്ട് തന്നെ ഒന്ന് നുറുക്കിയിട്ടു, ഒരുപാട് ചെറുതാക്കിയില്ല എന്നാലും ഒരുവിധം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിക്കനും വെന്തിട്ടുള്ളതാണ്, സവോളയും മസാലയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരുപാടൊന്നും അടുപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതിന് മീതെ ഞാൻ പിസ്സ സീസണിങ്ങും അതേപോലെ ഒറിഗാനും പിന്നെ വേറെ എന്തോ ഇറ്റാലിയൻ സീസണിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കുച്ചാരിട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല. കുറച്ചൊരു ഇറ്റാലിയൻ അങ്ങനത്തെ ലൈക്ക് പിസ്സ അങ്ങനത്തെ ഒക്കെ കഴിക്കുമ്പോൾ വരുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, ഹേർബ്സിനൊക്കെ ടേസ്റ്റില്ല, അതാണ് കേട്ടോ കൂടുതൽ വരിക. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഇടയിൽ നമ്മൾ റൈസിൻ്റെ നമ്മളത് തുറന്നു നോക്കി അതായിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഈ ക്യാബേജ് ഉണ്ടല്ലോ, ഇതുണ്ട് പേർപ്പിൾ ഷെയ്ഡിലുള്ള ക്യാബേജ് ഉണ്ട്, അത് ഞാൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ റൈസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കാഷ്യൂ വറുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. അത് നെയ്യ് അടക്കം ഇടണ്ട കേട്ടോ, നെയ്യ് അതിലിരുന്നോട്ടെ. നെയ്യിൽ നമുക്ക് ബാക്കിയുള്ള ആ ഒരു ക്യാബേജില്ലേ പേർപ്പിൾ കളർ ക്യാബേജ്, അതൊന്ന് വഴറ്റിയെടുത്തിട്ട് റൈസിലേക്ക് ഇടാം. അപ്പോൾ റൈസിന് ഒരു ചെറിയൊരു പേർപ്പിൾ കളർ ഉണ്ടാവും. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ആണ് നമ്മൾ ഇമ്മക്കുട്ടിക്ക് കൊടുത്തു വിടണം. ഇമ്മക്കുട്ടിക്ക് റൈസ് ഞാൻ പറഞ്ഞിട്ടില്ലേ വളരെ കുറവേ കൊടുത്തു വിടാറുള്ളൂ കേട്ടോ, കാരണം അവർക്കൊരു ബ്രഞ്ച് അങ്ങനത്തെ ഇതാണ്. പക്ഷേ ഇങ്ങനത്തെ റൈസ് ആണെങ്കിൽ ഇഷ്ടമാണ്, ഇങ്ങനത്തെ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ പുലാവ് അല്ലെങ്കിൽ ചിക്കൻ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ എഗ് റൈസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ഞാൻ ലെമൺ റൈസ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, കുറേ നാളായി ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിട്ടിട്ടില്ല. അപ്പോൾ ഇനി അത് ട്രൈ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇനി ഇടനേരത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പലിൻ്റെ മിഠായിയും അതേപോലെ തന്നെ ഒരു പഴവും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 10 മണി നേരത്തെ ഇമ്മക്കുട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ മെയിൻ ടിഫിൻ എന്ന് പറയുന്നത് നമ്മൾ റൈസ് അത്യാവശ്യം വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ റൈസ് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് നമ്മൾ വേറെ സാലഡൊന്നും വെക്കുന്നില്ല. സാധാരണ നമ്മൾ സാലഡൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഇത് കൂട്ടി കഴിക്കാൻ ടൊമാറ്റോ സോസും ഇത് ഒരു സ്നാക്കാണ്. അപ്പോൾ അത് 2 വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് അത്യാവശ്യം ഫില്ലിംഗ് ആണ്, റൈസൊക്കെ അല്ലേ, അപ്പോൾ അത് വേഗം വയറ് നിറയും. അപ്പോൾ ഇമ്മക്കുട്ടി ഓട്സ് കഴിച്ചു കേട്ടോ, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഓട്സ് കഴിച്ചു. അപ്പോൾ റെഡിയായി വരികയാണ്. എനിക്കിനി മുടി കെട്ടണം, അതാണ് മുടി കെട്ടണ കാരണം തന്നെ രാവിലെ കുളിക്കാറില്ല, ഉച്ചയ്ക്ക് വന്നിട്ടാണ് തല കുളിക്കുക, രാവിലെ മേല് കഴുകാണ് കേട്ടോ ചെയ്യാം. മുടി കെട്ടണമെങ്കിൽ പിന്നെ മുടി ഉണങ്ങാനായിട്ടൊക്കെ പ്രയാസം. 7:20 ആകുമ്പോൾ ഒക്കെ ഇറങ്ങണ്ടേ, 7:20 7:25 ആകുമ്പോൾ ഇറങ്ങണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എണീക്കണ തന്നെ ഓൾമോസ്റ്റ് 7 മണിയൊക്കെ ആകും. പിന്നെ ഇമ്മ സ്പീഡിൽ ഭക്ഷണം കഴിക്കും, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, അത് ആ കാര്യം പെട്ടെന്ന് നടന്നോളും. എനിക്കറിയാം ഞാൻ ഭയങ്കര ടയേർഡാണെന്നുള്ളത്. അത് ഈ ഓണം സീരീസിൻ്റെ സമയം കൂടി ആയപ്പോൾ ഞാൻ അടുപ്പിച്ചിട്ടുള്ള ഷൂട്ടും എഡിറ്റിങ്ങും എല്ലാം കൂടി ആയപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയി. എൻ്റെ 1 കിലോ കുറഞ്ഞോ എന്ന് എനിക്കൊരു സംശയം, അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ഇനി അത് ശരിയാക്കിയെടുക്കണം. ഇപ്പം പിന്നെ അമ്മ വരും, ഒരാഴ്ചയ്ക്കുള്ളിൽ അമ്മ വരും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അമ്മ വന്നു കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റാണ്. റെസ്റ്റ് അല്ലെങ്കിലും വേറെ അടുക്കളപ്പണിയും കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കണ്ടല്ലോ. അത് ഇമ്മ അവിടെ നിന്ന് ബായ് പറയുകയാണ്, കുറേ കഥയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഏട്ടനാണ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നാക്കണത്. അങ്ങനെ നമ്മൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്ത് ഇരിക്കണ്ട, വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതിനുശേഷം പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഏട്ടനും ഞാനും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അധികം താമസിയാണ്ട് തന്നെ ഇറങ്ങും. ഒരു 8 മണിയാകുമ്പോൾ ഏട്ടൻ ഇറങ്ങും. അപ്പോൾ ഞാനും ഒരു 8:30 ഒരുവിധം എല്ലാ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും, എഡിറ്റിംഗ് ഒക്കെ. കുറേ പേർക്ക് അറിയില്ലാന്ന് തോന്നുന്നു, നമുക്ക് അസ്വി മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുണ്ട്. അത് ഫുൾ കോണ്ടൻറ്റ് വീഡിയോസാണ് ഇടുന്നത്, ഓണം സീരീസിൻ്റെ. ലൈക്ക് ഇപ്പോൾ ഓണം സീരീസാണ് ഓണത്തിൻ്റെ സമയത്ത്, ബാക്കി പിന്നെ ഓരോന്നൊക്കെ ലൈക്ക് കോണ്ടൻറ്റ്, ഫാഷൻ, ബ്യൂട്ടി അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം തീർത്ത് തുടങ്ങണം. അപ്പോൾ അങ്ങനെ പിന്നെ നിലക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ അടുക്കളയിലേക്ക് തിരിഞ്ഞു നോക്കുന്നതായിരിക്കില്ല. അല്ല, ഉച്ചയ്ക്ക് 1-2 പാത്രങ്ങളൊക്കെ ഉണ്ടാവും, അത് ചിലപ്പോൾ ഏട്ടൻ കഴുകും, ചിലപ്പോൾ ഞാൻ കഴുകും. ആർക്കാണോ ഒഴിവുള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യും കേട്ടോ. പിന്നെ കുറച്ച് തുണിയൊക്കെ തോരിയിടാണ്ടായിരുന്നു, വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്തെടുത്തില്ല, അതൊക്കെ ഏട്ടനാണ് ചെയ്യാം. ഇനി ഞാൻ തലയിലൊക്കെ എണ്ണ തേച്ച് മസാജ് ചെയ്ത് ഇരുന്നത്. അപ്പം ഞാൻ ഈ എഡിറ്റ് ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം കുളിക്കും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് റുട്ടീൻ അവസാനിച്ചു. അങ്ങനെ അപ്പോൾ നമുക്കിനി നാളെ കാണാം കേട്ടോ. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്നറിയോ? നാളെ അതായത് ഇപ്പം ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാധയായിട്ട് ഒരുങ്ങണം ഇമ്മക്കുട്ടിക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇമ്മക്കുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരുക്കണത്, കാരണം കഴിച്ച് അങ്ങനെ ഇറങ്ങണ്ടേ. അപ്പോൾ അധികം സമയം ഉണ്ടായിരുന്നില്ല, ഇമ്മക്കുട്ടിക്ക് ഇങ്ങനെ സ്റ്റേബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചടപടിയെന്ന് എനിക്ക് പറ്റണ പോലെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുമായിരുന്നു. അധികം സമയമൊന്നും എടുത്തില്ല കേട്ടോ. ഒരു 15 മിനിറ്റ്സ്, മാക്സിമം 15 മിനിറ്റ്സിനുള്ളിലാണ് നമ്മൾ ഒരുങ്ങണത്.
അപ്പോൾ നമ്മൾ സിന്ദൂരം വെച്ചിട്ട്, ലിക്വിഡ് സിന്ദൂരം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് പൊട്ടും പിന്നെ ഇങ്ങനെ കുത്തുമൊക്കെ കുത്തി കൊടുത്തിട്ടുള്ളത്. വൈറ്റ് കാജൽ വെച്ചിട്ട് ഇടയിലുള്ള കുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്, വാലിട്ടിട്ടുണ്ട്, കണ്ണെഴുതിയിട്ടുണ്ട്. മുടി കെട്ടുന്നതാണ് ഒരു ടാസ്ക് ആയിട്ടുള്ളത്. ഇമ്മക്കുട്ടിക്ക് കുഞ്ഞു മുടി ആയതുകൊണ്ട് അതിൽ മുടിവാറ് വെച്ച് പിന്നാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. ഞാൻ യൂട്യൂബിൽ ട്യൂട്ടോറിയൽസ് ഒന്നും നോക്കിയിട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റണ പോലെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നോക്കണമെന്നാണ് കേട്ടോ. ആദ്യം 2 കുഞ്ഞി പോണീസ് നെറുകേന്ന് സ്റ്റാർട്ട് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മാല വെച്ചിട്ട് മാത്താപ്പട്ടി പോലെ അത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പണ്ടത്തെ മുടിവാറെടുത്ത് മെടഞ്ഞ് ഞാൻ ഏറ്റവും അറ്റത്ത് കുഞ്ചലം ആക്കി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കുറച്ച് മുടി അതൊന്നും കൂടി എടുത്തിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം ആ മുടിയിലേക്കാണ് നമ്മൾ ഈ മെടഞ്ഞിട്ടിരിക്കുന്ന കാർക്കൂന്തൽ കെട്ടിയിടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇമ്മക്കുട്ടിയോട് ചോദിച്ചു അൺകംഫർട്ടബിൾ ആണോ എന്ന്. അപ്പോൾ ഒരു പ്രത്യേക ഭാഗത്ത് അൺകംഫർട്ടബിൾ ആണ്, അതാണ് എക്സ്പ്രഷൻ. പിന്നെ ഞാൻ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ലൂസാക്കി പിൻസ് അതിനനുസരിച്ച് കുത്തി ഒക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. കുഞ്ഞു മുടിയായതുകൊണ്ട് വലിയ പാടാണ് കേട്ടോ ഇതിരിക്കാനായിട്ട്. പക്ഷേ ടു മൈ സർപ്രൈസ് ഇത് സ്കൂളിലെത്തി അവർക്ക് കുറച്ച് നേരം പരിപാടി ഉണ്ടായിരുന്നു. അതുവരെ നല്ല അടിപൊളിയായിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് കൊണ്ടുപോയി ഫോട്ടോ ഒക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അതായത് വാർമുടി വെച്ചതിൻ്റെ അവിടെ കാണാണ്ടിരിക്കാനായിട്ട് ഒരു റോസ് വെച്ചിട്ടുണ്ട്. എൻ്റെ തന്നെ ഒരു പഴയ ദുപ്പട്ടയുണ്ട്, അത് വെച്ച് പിന്നീത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഇവർക്ക് പോകണമല്ലോ എന്ന് വെച്ചാൽ സ്കൂൾ ബസ്സിൽ പോകണം, അവിടെ ടീച്ചേഴ്സാണ് ഒക്കെ നോക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് യൂണിഫോം നമ്മൾ കൊടുത്തു വിടണം. അപ്പോൾ അവർ തന്നെ യൂണിഫോം ചേഞ്ച് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അധികം ആർഭാടത്തിലൊന്നും ചെയ്തില്ല, സിമ്പിളായിട്ടാണ് ചെയ്തത്. ഞാൻ ഇടയിൽ ആലത്തേക്ക് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ ഇമോ, ഇമോ is busy having food. Say hi. Hi. Okay. ഇതിപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ വ്ളോഗ് ചെയ്യണത്. ഇപ്പോൾ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഇതിൽ എൻ്റെ മുഖം പോലും കാണിച്ചിട്ടില്ല, ഒന്നും വർത്താനം പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ടല്ല, മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ അമ്മ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചെത്തി. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ എത്തിയോ എന്നുള്ളത്. കുറേ നാൾ മുമ്പ് എത്തി കേട്ടോ. സുഖം സന്തോഷം അല്ലേ ഇമ്മക്കുട്ടിക്ക് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര തിരക്കുള്ളത് കൊണ്ട് എനിക്കിഷ്ടമില്ലാത്തൊരു തിരക്കാണ് കേട്ടോ ഇത്. എങ്ങനെയാണ് പിള്ളേർക്ക് പരീക്ഷ വയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ 5ാം ക്ലാസ് വരെ പരീക്ഷ വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അങ്ങനത്തെ സ്കൂളിൽ കൊണ്ട് ചേർക്കണം. പരീക്ഷയുള്ള സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിട്ട് പിന്നെ നമ്മൾ കുറ്റം പറയുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ശരിക്കും നമ്മളെന്തെങ്കിലും ഈ സ്കൂളിൽ കൊണ്ട് ചേർത്തിയാണ്. ഇതാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ളതും ഏറ്റവും നല്ലതും അങ്ങനെയായിട്ടുള്ള സ്കൂൾ. അപ്പോൾ സ്കൂളൊക്കെ അടിപൊളിയാട്ടോ. യു ലൈക്ക് യുവർ സ്കൂൾ ബേബി? യു ലൈക്ക് യുവർ സ്കൂൾ? അപ്പോൾ പഠിക്കാനൊക്കെ ഉണ്ട്. നാളെ ഏതാണ് പരീക്ഷ? നാളെ കമ്പ്യൂട്ടർ. പിന്നെ EVS ആയിരുന്നു. EVS കുഴപ്പമുണ്ടായിരുന്നില്ല. ഹിന്ദിയാണ് ഏറ്റവും ടഫ്. ഹിന്ദി കുറേ ഉണ്ട്, വ്യാകരണം അതും ഇതൊക്കെ ഉണ്ട്. നമ്മൾക്ക് അത് ഭയങ്കര പാടാണ്. കാരണം നമ്മൾ ഇപ്പം ഇമ്മക്കുട്ടിയാണെങ്കിൽ സംസാരിക്കുന്നില്ലല്ലോ ഹിന്ദി. അപ്പോൾ ഭാഷയെക്കുറിച്ച് ഒരു തരത്തിൽ അറിയാണ്ട് പിന്നീട് പഠിച്ചു വരുമ്പോൾ നല്ല പാടാണ്. പക്ഷെ പിള്ളേർ പെട്ടെന്ന് പിക്ക് ചെയ്യും കേട്ടോ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ വീഡിയോസൊക്കെ കുറച്ച് കുറവ്, എസ്പെഷ്യലി വ്ളോഗ്സൊക്കെ കുറച്ച് കുറവല്ലേ ഇപ്പം, അതാണ്. പക്ഷെ നമുക്ക് പതിയെ പിക്ക് ചെയ്ത് വരാം കേട്ടോ. പിന്നെ എന്തായാലും നമുക്ക് കഴിഞ്ഞൊരു മാസം വീഡിയോസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഡെയിലി വീഡിയോസ് ഉണ്ടായിരുന്നുള്ളൂ. അസ്വി മലയാളത്തിൽ പിന്നെ റെഗുലറായിട്ട് വീഡിയോസ് ഉണ്ട്. കാരണം ഞാൻ അവിടേക്ക് പോകുമ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത്. അപ്പം അങ്ങനെ പോയി അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്ത് ഇങ്ങോട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും വന്ന് പിന്നെ പഠിപ്പിക്കലും. പിന്നെ ഇമ്മയ്ക്ക് ആർട്ട് ക്ലാസ്സും ഉണ്ട്, അതേപോലെ തന്നെ ഡാൻസ് ക്ലാസ്സും ഉണ്ട് ഇവിടെ. അപ്പോൾ അതിന് പോട്ടോ. പിന്നെ ജിംനാസ്റ്റിക്കിന് ചേരണം എന്ന് പറഞ്ഞിട്ട് ഒക്കെ ഈ ക്യാമ്പസിനകത്ത് അതുകൊണ്ട് ഭയങ്കര സൗകര്യമാണ്. നമുക്ക് 2 അടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുവരാം. ഇപ്പോൾ പരീക്ഷ ആയിട്ട് ചോദിച്ചിട്ട് ജിംനാസ്റ്റിക്കിന് ചേർക്കാനായിട്ട്. പക്ഷേ സ്വിമ്മിങ്ങിന് ചേരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നടക്കുമെന്ന് എനിക്കറിയില്ല. പറ്റാതെ എനിക്ക് സ്വിമ്മിങ് ആണ് എനിക്ക് കുറച്ചുകൂടി താല്പര്യം. കാരണം സ്വിമ്മിങ് പഠിച്ചിരിക്കുന്നത് ഭയങ്കര നല്ലതല്ല. എനിക്ക് വേണം, ഒന്നും സ്വിമ്മിങ് അറിയില്ല. ഇത് സ്വിമ്മിങ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലാണ് ഉള്ളത്. ബാക്കിയെല്ലാം ഈ ക്യാമ്പസിനകത്താണ്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ എന്തായാലും അവിടെ പോകണമെന്നില്ല, പേര് കൊണ്ടുപോകാമല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഹായ് ഡൂഡ്, വാട്സ്ആപ്പ്, ഇറ്റ്സ് ബീൻ സോ ലോങ്. ഏട്ടനാണ് നമുക്ക് കാണാൻ പോകുന്നില്ല. ഏട്ടനിപ്പോൾ ഭയങ്കര തിരക്കുള്ള സമയത്ത് രാത്രി പോലും ഓഫീസിലാണ്.
ഇമ്മക്കുട്ടി എന്നെ നേരെ കാണാറില്ല. അപ്പം അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇന്ന് അടിപൊളി ചിക്കൻ കറി. അമ്മ ഉണ്ടാക്കി ചിക്കൻ കറിയും അതേപോലെ ചപ്പാത്തി, ആൻറ്റി ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ട്. അതാണ് ഇമ്മക്കുട്ടി ഇത്ര ആസ്വദിച്ച് കഴിക്കണത്. ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ബീഫും മട്ടനും ഒക്കെ തള്ളിപ്പറയും, റാബിറ്റിനെയൊക്കെ തള്ളിപ്പറയും അല്ലേ ഇമ്മക്കുട്ടി? ദാറ്റ്സ് നോട്ട് ഫെയർ. ചിക്കൻ കഴിക്കാം, പക്ഷെ ബീഫും മട്ടനും ഒന്നും കഴിക്കാൻ പാടില്ല. Why? I don't want to eat. Is there any reason for that? Not Kori. Koryo? Koryo? I am not Kori. I don't want to eat. I don't want to eat rabbit. Rabbit. No, that makes sense. What about mutton? No? Why? What is mutton? It's goat. അത് ഗോട്ട് ക്യൂട്ടാണോ? ക്യൂട്ടാണല്ലേ? ആണോ? ഇതൊക്കെ ദേ യൂട്യൂബിൽ വന്ന് കിടക്കും. ഈ ഭാവിയിൽ ഇതൊക്കെ കഴിച്ചാൽ കുട്ടിയുടെ നേരെ ചോദ്യശരങ്ങളായിരിക്കും. അല്ലല്ല, കരയണ്ട അതിന് ഒന്ന് കാണിച്ചേ. അശ്വിനി മുക്കുട്ടിയെ കരയിച്ചൊന്ന് കാണിച്ചേ. ബേബി കാം ഡൗൺ. ചോദ്യശരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാ. പീപ്പിൾ ബി ലൈക്ക് മുക്കുട്ടി ഇപ്പൊ കഴിക്കാൻ തുടങ്ങി, മുക്കുട്ടി കഴിക്കാൻ. ചോദ്യശരങ്ങൾ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കഴിഞ്ഞാൽ മുക്കുട്ടി അന്വേഷിച്ച് കേക്ക് വരും. ആരെങ്കിലും കേക്ക് അയക്കും. സോറി ബേബി. ഇപ്പൊ ചിരിച്ചിട്ട് മുക്കുട്ടി ഒരു ബൈ പറയോ? മുക്കുട്ടി വൻ ക്യൂട്ടായിട്ട് ചിരിക്കണല്ലേ? എങ്ങനെ ക്യൂട്ടായിട്ട് ചിരിക്കാം? അതൊന്നും കാണിച്ചു തരാം. ക്യൂട്ട് അല്ലാണ്ട് എങ്ങനെ ചിരിക്കാം? എങ്ങനെ ക്യൂട്ടായിട്ട് ചിരിക്കാം? ഞങ്ങൾ ഇത് പരിഹരിക്കട്ടെ. അപ്പൊ ശരി, ബൈ ബൈ.